30,000-ലേറെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചാണ് തുടർച്ചയായ 4-ാം അംഗത്തിന് ഏറനാട്ടിൽ UDF സ്ഥാനാർത്ഥിയായി PK ബഷീർ ഇറങ്ങുന്നത്. വികസനം, സ്വീകാര്യത ഇതൊക്കെയാണ് ബഷീർ കണക്കുകൂട്ടുന്ന അനുകൂല ഘടകങ്ങൾ. കായിക മേഖലയുടെ വികസനത്തിനായുള്ള പദ്ധതികൾ ഇനി ആസൂത്രണം ചെയ്യുമെന്ന് PK ബഷീർ ന്യൂസ് 18നോട് പറഞ്ഞു. ഏറനാട്ടിലെ UDF സ്ഥാനാർത്ഥി ശ്രീ PK ബഷീറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ബഷീർക, 4-ാമതാണ് ഏറനാട്. ഓരോ തവണയും ഭൂരിപക്ഷം കൂടി വരുന്ന ഒരു പ്രവണതയുള്ള മണ്ഡലമാണ്. എന്താണ് ഇത്തവണത്തെ പ്രതീക്ഷ? റെക്കോർഡ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കും. കഴിഞ്ഞ പ്രാവശ്യങ്ങളും ഭൂരിപക്ഷം വർദ്ധിക്കും. ജനങ്ങളും വോട്ടർമാരും നാട്ടുകാരും ഒക്കെ വളരെ പോസിറ്റീവാണ്. എൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്താണ് അവരൊക്കെ. വളരെ നല്ല സ്നേഹവും ഒക്കെയാണ് തരുന്നത്. എല്ലാവരും പരിപാടി കൺവെൻഷനുകളൊക്കെ വമ്പിച്ച വിജയമായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് വോട്ടർമാർക്ക് മുമ്പിൽ വയ്ക്കുന്നത്? വികസന തുടർച്ച എന്ന് പറയുമ്പോൾ വികസന തുടർച്ച പറയുമ്പോൾ നമ്മളിവിടെ ഏകദേശം 70-75% അടിസ്ഥാനപരമായിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്ത ഒരു നിയോജകമണ്ഡലമാണ്. റോഡും പാലൊന്നും ഇനിയിപ്പോൾ ഇവിടെ അത് ഇല്ല. ഇനി മറ്റു മേഖലകളിലേക്ക് ആരോഗ്യരംഗത്ത്, അതുപോലെ ക്ഷേമരംഗത്ത്, അതുപോലെ പ്രയാസം അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് അവർക്കൊക്കെ ഒരു കൈത്താങ്ങുന്ന പദ്ധതികൾക്കൊക്കെയാണ് രൂപം കൊടുക്കുന്നത്. പിന്നെ എല്ലാ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഈ കുട്ടികൾക്ക്, അതായത് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ 10 വയസ്സ് 18 വയസ്സ് 20 വയസ്സുള്ള കുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാനുള്ള മഡ് ടർഫ് ഗ്രൗണ്ട് എല്ലാവർക്കും പഞ്ചായത്ത് നാട്ടുകാരുടെ സ്ഥലം നിന്നാൽ നിർമ്മിച്ചു കൊടുക്കും. അതിൻ്റെ ഫുട്ബോൾ അതിൻ്റെ സ്വപ്ന പദ്ധതിയാണ്. അത് എല്ലാ പഞ്ചായത്തിലും എല്ലാ വാർഡിലും എവിടെയൊക്കെയാണോ ആ സ്ഥലം തന്നെ വെച്ചാൽ മഡ് ടർഫ് ഗ്രൗണ്ട് ഒരു 25 സെൻറ്റ് സ്ഥലം ഉണ്ടായാൽ മതി. ഒരു പൈസ സെവൻസോ കളിക്കാനില്ലെന്നുണ്ടെങ്കിൽ മഡ് ടർഫ്, ഞാനിപ്പോൾ കുറച്ച് ഫണ്ട് ഇപ്പോൾ 3-4 ഗ്രൗണ്ടിന് മഡ് ടർഫ് ഗ്രൗണ്ടിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ആരോഗ്യ ഉണ്ടാവിയെന്ന് വെച്ചാൽ ഓപ്പൺ ജിമ്മ്, അതിനിപ്പോൾ ഈ MLA ആസി പണ്ടിന് 75 ലക്ഷം കൊടുത്തു. അതുപോലെ ഇനി ഭിന്നശേഷിക്കാരായ ഈ വീടുകളിലൊക്കെ ഇപ്പോൾ നമ്മൾ മുച്ചക്ര വാഹനമല്ല, ഈ വീടുകളിലൊക്കെ ആളുകൾ ഈ പ്രയാസം അനുഭവിച്ചിട്ട് വീട്ടിനുള്ളിൽ കൂടി തന്നെ ഒന്നും നടക്കാൻ കഴിയാത്തുണ്ട്. അവർക്കൊരു ഇലക്ട്രോണിക് ഒരു പദ്ധതിക്ക് ഒരു പ്രകടന പദ്ധതി ഇല്ലാതെ നടക്കാൻ വേണ്ടി വീടിൻ്റെ ഉള്ളിൽ, അതായത് മുച്ചക്രവാഹനം ഞാൻ മുമ്പ് 100 സ്കൂട്ടർ കൊടുത്തിരുന്നു 2015 ഫ്രീ ആയിട്ട്. ഇത് ഞാൻ പിന്നെ ആളുകളുടെ അവരുടെ ലിസ്റ്റ് എടുത്തിട്ട് ഏതൊക്കെ വീട്ടിലാണ് എന്ന് വെച്ചാൽ അവർക്ക് ഒരു നമ്മൾ വികസനം മാത്രമല്ല ഒരു കരുതലും ഉണ്ടാവണമല്ലോ. നമ്മളെ ആർക്കാണ് എപ്പോഴാണ് അസുഖവും കാര്യങ്ങളും വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരുപാട് പ്രയാസമുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു പദ്ധതിക്ക് പ്രകടനത്തിന് രൂപം കൊടുക്കും. മറുവശത്തെ ഇടതുപക്ഷം തവണ സഫീർ യുവാവാണ്, യുവ നേതാവാണ്. അദ്ദേഹം പറയുന്നത് 4 തവണ മത്സരിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു താല്പര്യക്കുറവൊക്കെ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുന്നൊക്കെ തരത്തിലാണ് അവരുടെ പ്രചരണമൊക്കെ. അത് 10 കൊല്ലം പിണറായി വിജയൻ വരുമ്പോൾ ജനങ്ങളെ എതിരില്ല മാതിരിപ്പോൾ നമ്മൾ കണക്കാക്കുകയാണ്. ആൾക്കാരുടെ പെരുമാറ്റവും ആളുകളുടെ ജനങ്ങളുടെ അപ്രോച്ച് ഉണ്ടാകുമ്പോഴാണ്. ഇതൊക്കെ ഒരു ബാലിശമായ അഭിപ്രായങ്ങളാണ്. അത്രേ ഉള്ളൂ. ഇത്തവണ പിണറായി വിജയൻ വരുന്നുണ്ട് ഇവിടെ പ്രചരണത്തിനൊക്കെ. ഞായറാഴ്ചയായിട്ട് നരേന്ദ്രമോദി പാലക്കാടും വരുന്നുണ്ട്. ഇതൊക്കെ വലിയ എത്രത്തോളം സ്വാധീനം? ഒക്കെ PR വർക്കാണ്. രണ്ടാളും PR വർക്കാണ്. നിങ്ങൾ ആലോചിക്കുക, ഗവൺമെൻറ്റിൻ്റെ PR വർക്കില്ല. ഗവൺമെൻറ് ഇവിടുത്തെ ബോർഡുകളുടെ മേലെ LDFൻ്റെ ബോർഡ് വെച്ചൊക്കെയല്ലേ ഇതൊക്കെ മറ്റേ ഫ്ലക്സും കാര്യങ്ങളൊക്കെ ഹോൾഡിംഗ് ഒക്കെ ഒന്നും യേശൂല. ഐക്യ ജനാധിപത്യ തൂത്തുപാരും. ഉറപ്പല്ലേ? BJP CPM ഡീലുണ്ടല്ലോ. പാലക്കാടുണ്ട്, മറ്റ് പല സ്ഥലങ്ങളിലുണ്ടല്ലോ. ഇപ്പം പ്രദേശ നേതാവ് പറഞ്ഞല്ലോ, നമ്മളെ നേതാക്കന്മാർ പറഞ്ഞല്ലോ. ഇന്നലെ ബഹുമാനായ മല്ലികാർജുന ഖാർഗെ അവരോട് പറഞ്ഞല്ലോ. അപ്പം ഉണ്ട്. മലപ്പുറം ജില്ലയിൽ അങ്ങനെ ഡീൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.